ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഈ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ബർത്ത്ഡേക്ക് എന്തൊക്കെ ഗിഫ്റ്റാണ് ഗായ്സ് എനിക്ക് കിട്ടിയെന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു സന്തോഷമാണെന്ന് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഈ ഒരു നേരിതുമുണ്ട് ഗായ്സ്. ഇത് രാവിലെ ഞാൻ എൻ്റെ അമ്മയാണ് വിളിച്ചുണർത്തിയത്. എൻ്റെ അമ്മ വിളിച്ചുണർത്തി അമ്മ ഗിഫ്റ്റ് തന്നതാണ്. നേരിയതും ഇത് സാരിയാണ്, സെറ്റ് സാരിയും പിന്നെ ബ്ലൗസും. ഇത് നമ്മുടെ സ്ട്രെച്ചബിൾ ബ്ലൗസാണ്. നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഗൈസ്. എനിക്ക് ഫസ്റ്റ് ടൈമാണ് സെറ്റ് സാരി ഗിഫ്റ്റായിട്ട് കിട്ടുന്നത്. അതിലൊരു കോമഡി ഉണ്ട് ഗൈസ്, ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അടുത്തത് ഇത് ഞാൻ ബർത്ത്ഡേക്ക് കേക്ക് കട്ട് ചെയ്യാൻ നേരത്തൊരു സാരി ഉടുത്തിട്ടാണ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ഫോട്ടോസും വീഡിയോസും കൊടുത്തേക്കാം. അപ്പോൾ ഇത് ആ ഒരു സാരി എന്ന് പറഞ്ഞത് എൻ്റെ അമ്മ എനിക്ക് കൊണ്ട് തന്നതാണ് സർപ്രൈസ് ആയിട്ട്. ഈ ബ്ലൗസും നേരത്തെ എടുത്തമ്മ തയ്പ്പിച്ച്, എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനത്തെ സ്ലീവ് വരുന്നത്. എൻ്റെ മാമിയാണ് തയ്ക്കുന്നത്. അപ്പോൾ നേരത്തെ ബ്ലൗസൊക്കെ കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നതാണ്. സാരി അവിടെ ഉണ്ട്, വൈൻ കളറ് സാരിയാണ് ഗൈസ്. അപ്പോൾ എനിക്കിത് രണ്ടുപേരും സാരിയാണ് വാങ്ങിച്ചത് ഗൈസ്. അതെന്ന് വെച്ചാൽ പരസ്പരം അറിഞ്ഞിട്ടില്ല, അവർക്ക് തോന്നി വാങ്ങിച്ചതാണ്. ഒരാൾ സെറ്റ് മുണ്ടും ഒരാൾ സെറ്റ് സാരി. ഇതാണ് സെറ്റ് മുണ്ട്, വൈൻ കളറാണ് സെറ്റ് മുണ്ട് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഇനി ഞാൻ ഇട്ടിരിക്കുന്നത് എൻ്റെ അരുമയാന ഭർത്താവ് വാങ്ങിച്ചു തന്നതാണ്. ഇത് ഒരു പാൻറ്റും ടോപ്പും ഷാളും കൂടെ സെറ്റായിട്ട് വരുന്ന ചുരിദാറാണ് ഗൈസ്. അതുമല്ല, ഓൾറെഡി അവനൊരു ഡ്രസ്സ് ബർത്ത്ഡേക്ക് ഇടാനായിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് വന്നില്ല. അത് ഇനിയും കുറച്ച് ദിവസം പിടിക്കും. സോ അതുകൊണ്ട് ഇന്ന് അവൻ അമ്മേനെ കൊണ്ട് വാങ്ങിപ്പിച്ച ചുരിദാറാണ് ഗൈസ്. ഇത് എങ്ങനെയുണ്ടെന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് ഈ ഒരു വൈറ്റ് ചുരിദാറാണ്. ഈ ചുരിദാറിൻ്റെ സെയിം വൈറ്റ് കളറാണ് ഇതും അമ്മ വാങ്ങിച്ചതാണ്. ഈ ചുരിദാർ വാങ്ങിക്കാൻ പോയ ടൈമിൽ അമ്മ ഈ ഒരു ചുരിദാറും കൂടെ വാങ്ങിച്ചു തന്നതാണ് ഗൈസ്. ഇതാണ് ടോപ്പ്. എനിക്കിതും ഇഷ്ടപ്പെട്ടു. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ചുരിദാർ അങ്ങനെ അധികം ഇല്ല. അപ്പോൾ ഇതാണ് വൈറ്റ് ചുരിദാറും ഷോളൊക്കെ നല്ല പ്രിന്റ് വരുന്നുണ്ട്. ഷോളും പിന്നെ അതുപോലെ തന്നെ പാൻറ്റും. ഞാൻ ഇട്ടേക്കുന്ന സെയിം വേറൊരു മോഡൽ ഇത് ഇവിടെ ഇട്ടേക്കാൻ കഴിച്ചു. ഇതെല്ലാം വീട് ഫുള്ള് ഒരു പ്രാന്താലമായി കിടക്കുവാണ്. നെക്സ്റ്റ് എൻ്റെ ബേബി വാങ്ങിച്ചു തന്നതാണ്. ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ല. ഇന്നലെ കൂടി ഞാൻ അവളെ കണ്ടതാണ് ഗൈസ്. അവളിപ്പോൾ എറണാകുളത്ത് നിൽക്കുവാണ്. ഇത് അമ്മേനെ കൊണ്ടിട്ട് അവൾ വാങ്ങിച്ചതാണ്. എനിക്ക് നല്ല ഇഷ്ടമായി. താങ്ക് യു ബേബി. ഫ്രണ്ടിലും ബേക്കിലും ഒരു ബിയർ വരുന്നുണ്ട്. ഇത് മാത്രമല്ല, എനിക്കിങ്ങനെ ആക്സസറീസ് ഒക്കെ ഭയങ്കര ഇഷ്ടം. ഇങ്ങനെ ക്യൂട്ട് ക്ലിപ്പ്, പൂക്കി ടൈപ്പ് ക്ലിപ്പ്, അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. അപ്പോൾ ഇത് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് ഗൈസ്. ഇത് നമുക്കിത് കെട്ടാം, പക്ഷെ കെട്ടിയത് പെട്ടെന്ന് ഇളകി പോകണം. അതുകൊണ്ട് ഞാൻ ഇത് കെട്ടില്ല. ഇത് ഞാൻ ഇങ്ങനെ തന്നെ സൂക്ഷിക്കും. ഇത് പിന്നെ 2 കമ്മല്, നല്ല രസമുണ്ട് ഗൈസ്. ഈ കമ്മല്, പിന്നെ ഈ ഒരു ക്ലിപ്പ് ഗൈസ്. അപ്പം എൻ്റെ ബേബി വാങ്ങിച്ചു തന്നതാണ്. ഇത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഇത് മൂസ വാങ്ങിച്ചു തന്നതാണ് ഗൈസ്. ഞാൻ എൻ്റെ ഒരുപാട് വീഡിയോസിൽ മൂസേനെ പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു ടീഷർട്ട് മൂസ എടുത്തു തന്നതാണ്. നൈസായിട്ടുണ്ട് ഗൈസ്. ഇടയ്ക്കിടയ്ക്ക് പറയുമ്പോൾ അത്രയും ഗേൾസ് കയറി വരും. അതെന്താണെന്ന് വെച്ചാൽ എനിക്കറിയില്ല, ഞാൻ നിർത്താൻ ശ്രമിക്കാം. അത് കഴിഞ്ഞ് മൂസ തന്നെ വേറൊരു ടീഷർട്ടും കൂടെ വാങ്ങിച്ചു തന്നു. ഇത് നല്ല പൂക്കി ടോപ്പായിട്ടുണ്ട് ഗൈസ്. ഇത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കിതിൽ ഏതാണ് ഇഷ്ടമായെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ഇതെല്ലാം പോയി ഗൈസ്. തീർന്നില്ല, ഇനിയുണ്ടെന്ന് വെച്ചാൽ ഈ ഒരു മാല അമ്മ നേരത്തെ സെറ്റ് സാരി വാങ്ങിച്ചു തന്നപ്പോഴത്തേക്കും വാങ്ങിച്ചു തന്ന മാലയാണ് ഗൈസ്. റെഡ് സ്റ്റോണൊക്കെ വെച്ചിട്ടുള്ളത്. ഇനി ഓണത്തിന് ഞാൻ ആ സാരി കൊടുത്ത് കാണിക്കാം. അത് കഴിഞ്ഞ് ഈ ഒരു കുഞ്ഞ് എന്താ പറയുക, മാലാഖിയല്ല, ഒരു കുഞ്ഞ് കുട്ടിയെ കൂടെ വാങ്ങിച്ചു തന്നിട്ടുണ്ട്. ഇനി അടുത്ത ഗിഫ്റ്റ് എന്ന് പറയുന്നത് ദേ ഇരിക്കുന്ന ആളാണ് ഗൈസ്. ഞാൻ കാണിച്ചു തരാം. ദേ ഇരിക്കുന്ന ആൾ എന്നെ കാട്ടിയുണ്ട് ഗൈസ്. ഇത് കൊച്ചേട്ടനും മീരേച്ചിയും കൂടെ വാങ്ങിച്ചു തന്നതാണ് ഗൈസ്. ഇത് എല്ലാം ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല, പക്ഷേ ഇത് ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല. ഇത് സ്റ്റോറി ഉണ്ട് ഗൈസ്. വേറെ ഒന്നുമല്ല, മുമ്പ് റീൽ കണ്ട സമയത്ത് ഞാനിത് കൊച്ചേട്ടന് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു.
അതായത് നമ്മുടെ ഷെയർ ലിസ്റ്റിലുള്ള രണ്ടാമത്തെ ആൾക്ക് ഇത് അയച്ചു കൊടുക്കുക, അങ്ങനത്തെ റീലാണ് ഞാൻ കണ്ടത്. അപ്പോൾ ഞാൻ രണ്ടാമതായിട്ട് കൊച്ചേട്ടനാണ് ഞാനിത് അയച്ചു കൊടുത്തത്. അപ്പോൾ എനിക്ക് ബർത്ത്ഡേക്ക് വാങ്ങിച്ചത് ഗൈസ്, ഇത് എന്നെക്കാട്ടി വലുതാണ്. പക്ഷെ എനിക്ക് ടെഡി ബിയേഴ്സ് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ നിറച്ച് പാവകളേ ഉള്ളൂ ഗൈസ്. എനിക്ക് ഇവിടെ വെക്കാൻ സ്ഥലമില്ല, എന്ത് ചെയ്യുമെന്ന് എനിക്ക് അറിയില്ല. എങ്കിലും ഒരുപാട് ബർത്ത്ഡേ അന്ന് രാത്രി ആയപ്പോഴത്തേക്കും ഏട്ടൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ കേക്കുമായിട്ട് സർപ്രൈസ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഗൈസ്. ഏട്ടൻ്റെ ഫ്രണ്ട്സ് അല്ല, എൻ്റെ ഫ്രണ്ട്സ്. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെന്റിൽ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കിട്ടിയ വീഡിയോ ആണ് ഞാൻ ഇതിൽ ആഡ് ചെയ്തേക്കുന്നത്. എന്നെ സ്നേഹിക്കുന്നവരെല്ലാം കൂടി എൻ്റെ ബർത്ത്ഡേ അടിപൊളിയാക്കി തന്നിട്ടുണ്ടായിരുന്നു. അച്ഛനും ഇല്ലാത്തതിൻ്റെ ഒരു കുറവ് മാത്രം ഞാൻ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം അവരുടെ അവസ്ഥ നമുക്ക് മനസ്സിലാക്കാമല്ലോ, പ്രവാസികളുടെ. മുമ്പൊക്കെ വളരെ കുറച്ച് ഫ്രണ്ട്സ് മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പോൾ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. അതിൽ ഞാൻ ഒരുപാട് കേക്ക് മുറിച്ച് കഴിഞ്ഞപ്പോഴേ ഓൾറെഡി ഞാൻ ഈ ഗിഫ്റ്റ് എല്ലാം വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. വീഡിയോ എല്ലാം എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ് ഉറങ്ങാൻ കിടന്ന സമയത്താണ് ഇവര് സർപ്രൈസ് ആയിട്ട് വരുന്നത്. ശരിക്കും സർപ്രൈസ് ആയി, ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇത് മൊത്തം നിന്നെ കഴിപ്പിച്ചിട്ടേ ഉള്ളൂ. ഇത്രയൊക്കെയാണ് ഗൈസ് എൻ്റെ ബർത്ത്ഡേ വിശേഷങ്ങൾ. എല്ലാവരോടും ഒരുപാട് സ്നേഹം മാത്രം. എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാർ എനിക്ക് ചുറ്റുമുണ്ട് ഗൈസ്. അത് ഓരോ ഘട്ടത്തിലും ഞാനിങ്ങനെ മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഞാൻ എക്സ്പെക്റ്റ് ചെയ്തേക്കാട്ടിയും കൂടുതൽ ഇത്തവണത്തെ ബർത്ത്ഡേ അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ അമ്മയ്ക്ക് ഒട്ടും വയ്യാറിട്ടാണ് അമ്മ വന്നത്. ഞാൻ പറഞ്ഞതാണ് അമ്മ വരണ്ട, അമ്മയ്ക്ക് നടുവിന് കുറച്ച് പ്രശ്നമുണ്ട്, അപ്പോൾ നമുക്ക് യാത്ര ചെയ്യാനൊന്നും പറ്റത്തില്ല. ഞാൻ പറഞ്ഞതാണ് വരണ്ട, കുഴപ്പമില്ല. പക്ഷെ അമ്മ സാരിയും സെറ്റ് മുണ്ടും ബ്ലൗസും ആയിട്ട് വന്ന് കഴിച്ച് അത് ഒരു മാസം മുന്നേ പ്ലാൻ ചെയ്ത് വെച്ചതാണ്, നിങ്ങൾ ആലോചിക്കണം. അപ്പോൾ കേക്ക് അച്ഛനാണ് കേട്ടോ വാങ്ങിച്ചത്. കേക്ക് നല്ല രസമുണ്ടായിരുന്നു. വീടിനടുത്തുള്ള ചേച്ചിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അമ്മയും അപ്പുവും രാവിലെ ഇവിടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അവർ നാളെ പോകത്തുള്ളൂ. അതുമല്ല ഇൻസ്റ്റഗ്രാമിലായാലും വാട്സപ്പിലായാലും ഒരുപാട് പേര് സ്റ്റോറി ഇട്ടു, മെൻഷൻ ചെയ്തു. അതൊക്കെ എനിക്ക് പറയാൻ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം തവണത്തെ ബർത്ത്ഡേ അടിപൊളിയായിരുന്നു, ഇത്തവണത്തെയും അടിപൊളിയായിരുന്നു. അപ്പോൾ കൊച്ചേട്ടന് ഭയങ്കര ആഗ്രഹമായിരുന്നു എനിക്ക് ടെഡി ബിയർ വാങ്ങിച്ചു തരണം എന്നുള്ളത്. അതിന് മീരേച്ചിനെ വിളിച്ചപ്പോഴാണ് ഞാൻ അറിയുന്നത്. അപ്പോൾ കൊച്ചേട്ടൻ 2 ആഴ്ച മുന്നേ ഗൾഫിൽ പോയി. അപ്പോൾ എന്തായാലും അവർ പ്ലാൻ ചെയ്തിട്ട് എനിക്കിത് എത്തിച്ചിട്ടുണ്ട്. ആമസോൺ വഴിയാണ്. ഞാനിന്ന് എൻ്റെ കയ്യിൽ കൊറിയർ കിട്ടിയ സമയത്ത് എനിക്ക് അറിയത്തില്ലായിരുന്നു ആരാ ചെയ്തതെന്ന്. അപ്പോൾ ഞാൻ പറയും ഞാനൊന്നും ഓർഡർ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് അവർ പറഞ്ഞ് ഐശ്വര്യയുടെ അഡ്രസ്സിലാണ് വന്നിട്ടുള്ളത്. അപ്പോഴേ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഡോൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് കൊച്ചേട്ടന് മീരേച്ചിയാണെന്ന് എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിളിച്ച് ചോദിച്ചപ്പോഴത്തേക്കും സംഗതി അതാണ് ഗൈസ്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഗൈസ്. എനിക്ക് വിശക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഞാൻ എന്നാണ് പോസ്റ്റ് ചെയ്യുന്നത് എനിക്ക് അറിയത്തില്ല. പോയി ഫുഡ് കഴിക്കട്ടെ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.